Hello friends, welcome to SAT, Center Institution Center Madathumadi and Puthambalikara, free education to all. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയിലെ കെമിക്കൽ എഫക്റ്റിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹീറ്റിംഗ് എഫക്റ്റാണ്. ഇപ്പോൾ കെമിക്കൽ എഫക്റ്റിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഇലക്ട്രോളിസിസ് പഠിച്ചു, അതുപോലെ തന്നെ ഇലക്ട്രോപ്ലേറ്റിംഗ് പഠിച്ചു അല്ലേ. ഇനി ഹീറ്റിംഗ് എഫക്റ്റിൽ എന്താണെന്ന് നോക്കാം. പാർട്ട് 3. ഹീറ്റിംഗ് എഫക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഓംസ് ലോ എന്ന് പറയുന്ന ലോ ഉണ്ട്. അതെന്താണെന്ന് അറിയണം. ഓംസ് ലോ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഓംസ് ലോ എന്ന് നോക്കാം. ഓംസ് ലോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വയർ കണ്ടോ, ഇതൊരു വയറാണ് ആയിരിക്കും. ഓക്കെ, ഈ വയറിനെ ഞാനിങ്ങനെ കണക്ട് ചെയ്തു ഒരു 6 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വയർ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഈ ചെറിയ വര സൂചിപ്പിക്കുന്നത് നെഗറ്റീവിനെയും വലിയ വര സൂചിപ്പിക്കുന്നത് പോസിറ്റീവിനെയാണ്. ക്ലിയർ? ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ചിന്തിക്കുക, ഈ നെഗറ്റീവ് ചാർജ് ഇതിലൂടെ പാസ് ചെയ്യുന്നു ഇലക്ട്രോൺസ്. ക്ലിയർ? ഇലക്ട്രോൺസ് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഈ അറ്റത്തെത്തും. ക്ലിയർ? അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരാനായിട്ട് കുറച്ച് എനർജി ആവശ്യമുണ്ട്. മനസ്സിലായോ? ആ എനർജീനെയാണ് നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവില്ല. നോക്കാം, ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിക്കുന്നതായിരിക്കും. ഈ പോസിറ്റീവ് ചാർജിന് ചുറ്റും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കാന്തം വെച്ചാൽ കാന്തിക ശക്തി ഉണ്ടാവില്ലേ, അതുപോലെ ഒരു എഫക്റ്റ് ഉണ്ട്. ഇതാ ഇങ്ങനെയാണ് എഫക്റ്റ്, പുറത്തേക്കാണ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇവിടെ നിന്നും ഒരു പോസിറ്റീവ് ചാർജിനെ പൊക്കിയെടുത്ത് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചെന്ന് വിചാരിക്കും. ഞാനിവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇത് രണ്ടും ഒരേ ചാർജാണ്. ഒരേ ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇതിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇത് തെറിച്ചു പോകും. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇത് ഇവിടുന്ന് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് പൊക്കിയെടുത്ത് അതിനെ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എനിക്ക് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് എന്ത് പ്രയോഗിക്കണം? എനർജി പ്രയോഗിക്കണം. ഞാനൊരു വർക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. മനസ്സിലായോ? ക്ലിയർ? അങ്ങനെ ഞാൻ പ്രയോഗിക്കേണ്ട വർക്കിനെയാണ് നമ്മൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്താണ് പൊട്ടൻഷ്യൽ? അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ് പറയാം, ഏതോ ഒരു സ്ഥലത്ത് സപ്പോസ് എ നിന്നും നമ്മളൊരു പോസിറ്റീവ് ചാർജിനെ പൊക്കിയെടുത്ത് ഒരു പോസിറ്റീവ് ചാർജിൻ്റെ അടുത്ത് കൊണ്ടുവന്നു എന്ന് വിചാരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, ഒരു പോസിറ്റീവ് ചാർജ് നിൽക്കുന്നു. ഇവിടെ നിന്നും ഒരു പോസിറ്റീവ് ചാർജിനെ പൊക്കിയെടുത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക്. അപ്പോൾ അവിടുത്തെ എൻ്റെ വർക്ക് V1 ഒരു 10 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇതേ ആളെ ഞാൻ പൊക്കിയെടുത്ത് ബിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യണം, 20 ആണെന്ന് വിചാരിക്കും. ഇതേ ആളെ ഞാൻ പൊക്കിയെടുത്ത് ഇതിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുവന്നു. പക്ഷെ നല്ല റിപ്പൽ ഉണ്ടാവും, നന്നായിട്ട് പുള്ളി ചെയ്യപ്പോൾ നല്ല വർക്ക് ചെയ്യണം. അത് 30 ആണെന്ന് വിചാരിക്കും, സി. ഓക്കെ, ഇനി ഇങ്ങനെ വിചാരിച്ചു നോക്കേ, എയിൽ നിന്നാണ് ഞാൻ ബിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് എത്ര വർക്ക് ചെയ്യണം? എ വരെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് 10. ഓക്കെ, ഇനി ബിയിലെത്താൻ ആകെ 20 മതി. ഇവിടെ നിന്നും 20 മതി. ഓക്കെ, അപ്പോൾ ഞാൻ എയിൽ നിന്നും ബിയിലേക്ക് വരാനായിട്ട് എത്ര ഡിഫറൻസ് ഉള്ളൂ? ഓൺലി 10. ഒന്നുകൂടി പറയാം സാറ്, ഈ പോയിന്റിൽ നിന്ന് എയിലേക്ക് എത്താൻ 10 പൊട്ടൻഷ്യൽ. ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് ബിയിലേക്ക് എത്താൻ 20 പൊട്ടൻഷ്യൽ. ക്ലിയർ? എന്നാൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ എത്രയും കൂടി മതി? 10 കൂടി മതി. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ 20ൽ നിന്നും 10 കുറയ്ക്കുക, 20 മൈനസ് 10. ക്ലിയർ? ഇതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ V. സിമിലാർലി എയിൽ നിൽക്കുന്ന ഒരു പോസിറ്റീവ് ചാർജിനെ പൊക്കിയെടുത്ത് എനിക്ക് സിയിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ എ വരെ ഞാൻ ഓൾറെഡി എത്തിച്ചു കഴിഞ്ഞപ്പോൾ 10 ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഇനി അത്രയും വർക്ക് ചെയ്യണോ? വേണ്ട. തിരിച്ച് എയിൽ നിന്നും സിയിലേക്ക് എത്താൻ എത്ര വർക്കും കൂടി ചെയ്യണം? 20 വർക്കും കൂടി ചെയ്യണം. അതെങ്ങനെ കണ്ടുപിടിക്കും? 30 മൈനസ് 10. ക്ലിയർ? ഇതേപോലെ നമ്മൾ ഒരു വൈദ്യുതി കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിൻ്റെ ഒരറ്റത്ത് നിന്നും ഇലക്ട്രോൺസ്
സഞ്ചരിച്ച് മറ്റേ അറ്റത്തെത്തുമ്പോൾ എന്തുണ്ടായിട്ടുണ്ടാവും? തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. മനസ്സിലായോ? ഈ അറ്റത്തു നിന്നും ഇലക്ട്രോൺസ് ഇതിലൂടെ പാസ് ചെയ്ത് ഈ ഇപ്പത്തെ അറ്റത്തെത്തണം. മനസ്സിലായോ? അപ്പോൾ അതിനെന്ത് വേണം? ഈ രണ്ട് അറ്റങ്ങൾ തമ്മിൽ എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് നോൺ ആസ് 6V. ക്ലിയർ? അതായത് ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിന്റെ അർത്ഥം എന്താ? ഇലക്ട്രോൺ ഇല്ല. നെഗറ്റീവ് ചാർജിന്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇങ്ങനെ ഇതിലൂടെ പാസ് ചെയ്ത് ഇവിടെ എത്തും. അപ്പോഴാണ് ഇതിലൂടെ കറണ്ട് ഇങ്ങനെ എന്താണ് കടന്നു പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ കൂടുതൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടുതൽ കറണ്ട് ഉണ്ടാവും. നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചേക്കാണ്, കംപ്ലീറ്റ് വെള്ളം നിറച്ച് വെച്ചേക്കാണ്. ക്ലിയർ? എന്നിട്ട് നമ്മൾ ഇവിടെ വേറൊരു പാത്രം വെച്ചേക്കാണ്. അത് ഇവിടെ നിന്ന് ഒരു തുളയിട്ടു, ഒരു ഹോൾ ഇട്ടു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വെള്ളം മുഴുവൻ ഒഴുകി ഈ പാത്രത്തിലേക്ക് വരും അല്ലേ? അങ്ങനെ വന്ന് 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 നിറയും. എന്തുകൊണ്ടാണ് വെള്ളം മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകിയത്? കാരണം ഇവിടെ ഹൈ പൊട്ടൻഷ്യലാണ്, വെള്ളം കൂടുതലാണ്. ഇവിടെ വെള്ളമില്ല, പൊട്ടൻഷ്യൽ കുറവാണ്. അപ്പോൾ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? വെള്ളം ഒഴുകും. ഇതുപോലെ നമ്മൾ നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ ട്രിപ്പിംഗ് പ്ലഗിൽ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനിട്ടു. കണ്ടോ? അപ്പോൾ ചാർജ് എന്ത് ചെയ്യും? നമ്മുടെ ഇതിൽ നിന്ന് മൊബൈലിലേക്ക് വരും. എത്ര നേരം വരും? നമ്മുടെ മൊബൈൽ ഫുൾ ആവുന്നത് വരെ. അതായത് ഇവിടെ ഒരു കുറവുള്ള സമയത്ത് ഇതിൽ നിന്നും ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? ആ കുറവുള്ള സ്ഥലത്ത് നിന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി സഞ്ചരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ അറ്റവും അതുപോലെ ഈ അറ്റവും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസമുണ്ട്. ഒരു പൊട്ടൻഷ്യലിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു എനർജി വേറെ, ഇവിടുത്തെ എനർജി വേറെ. ഇവിടുത്തെ എനർജി കുറവാണ്, ഇവിടെ വർക്ക് കുറവാണ്. അപ്പോൾ ഇവിടെ നിന്നും എന്താണ്? ഇലക്ട്രോൺസ് ഒഴുകി ഇങ്ങോട്ട് വരും. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഒരു വയറിൽ നമ്മൾ എലക്ട്രിസിറ്റി കണക്ട് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ നിന്നും ഒഴുകി ഇപ്പുറത്തേക്ക് വരുന്നത്. ക്ലിയർ? നമ്മളൊരു ബാറ്ററി വാങ്ങിച്ചു കടയിൽ പോയിട്ട്. ഇപ്പോൾ ഒരു ബാറ്ററി വാങ്ങിച്ചു സപ്പോസ്. ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ എന്താണ്? പോസിറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് നെഗറ്റീവിൻ്റെ മീനിങ് ഇവിടെ എഴുതിയേക്കണം 1.5V ബാറ്ററി. ഇതിൻ്റെ അർത്ഥം ഇവിടെ ചിലപ്പോൾ 6 ആയിരിക്കും ഇതിൻ്റെ പൊട്ടൻഷ്യൽ. ഇവിടെ എത്രയായിരിക്കും? 4.5 പൊട്ടൻഷ്യൽ. അപ്പോൾ കുറവ് എവിടെയാണ് പൊട്ടൻഷ്യൽ? ഇവിടെയാണ്. ഇതിൻ്റെയും വ്യത്യാസമാണ് ഈ എഴുതി വെച്ചേക്കുന്നത് 1.5. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇവിടെ 6 പൊട്ടൻഷ്യലും ഇവിടെ എന്താണ് 4.5 പൊട്ടൻഷ്യലും ആണെങ്കിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1.5 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇങ്ങനെ ഒരു 0.5 ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ 4.5 എന്നുള്ളത് 5 ആയി. അപ്പോൾ ഇവിടെ എത്രയായിട്ടുണ്ടാവും? 5.5 ആയി. കണ്ടോ? മനസ്സിലായോ? ഇനിയും ഇവിടെ നിന്ന് ഒഴുകും. അങ്ങനെ ഈ രണ്ട് സൈഡ് ഈക്വൽ ആയി കഴിയുമ്പോൾ ബാറ്ററി ഫീസായി. കണ്ടോ? അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ കൂടുതലാണെങ്കിലോ, ഇവിടെ 2 ഉണ്ടായിരുന്നെങ്കിലോ, അതായത് ഇവർ തമ്മിലുള്ള വ്യത്യാസം, ഈ എൻഡും ഈ എൻഡും തമ്മിലുള്ള വ്യത്യാസം കൂടുതലായിരുന്നെങ്കിലോ കൂടുതൽ നേരം കറണ്ട് പോകും. ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരു 3 വോൾട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററിയൊക്കെ 3V ആണ്. അപ്പോൾ എന്താണ്? കുറേ നേരം കൂടെ എന്താണ്? വൈദ്യുതി ഒഴുകും. മനസ്സിലായോ? അപ്പോൾ വൈദ്യുതി ഒഴുകണമെങ്കിൽ ഈ എൻഡും തമ്മിൽ എന്ത് വേണം? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. അപ്പോൾ ഓംസ് ലോ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പോകുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇവിടെ 6 വോൾട്ടാണ് സാറ് കൊടുത്തേക്കുന്നത്, ഇത് എന്തോരം കൂടുന്നോ അതനുസരിച്ച് എന്ത് കൂടും? കറന്റ് കൂടും. സോ ഹി സേസ് ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്. ക്ലിയർ? സോ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് അതിലൂടെ പോകുന്ന കറന്റിന് നേരനുപാതത്തിലാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ എന്ത് കൂടുതലുണ്ടാവും? കറന്റ് കൂടുതലുണ്ടാവും. മനസ്സിലായോ? എന്നിട്ട് അദ്ദേഹം ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I എന്നുള്ള ഇക്വേഷൻ ഈ ഡയറക്ഷൻ സൈൻ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി. V = I ഡയറക്ഷൻ സൈൻ കളയാൻ വേണ്ടിയിട്ട് ഇൻറ്റു എ കോൺസ്റ്റന്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി ഈ കോൺസ്റ്റന്റ് പകരം അദ്ദേഹം കൊടുത്ത പേരാണ് R. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് റെസിസ്റ്റൻസ്. പ്രതിരോധം. ക്ലിയർ ആണോ? അപ്പോൾ അക്കോർഡിംഗ് ടു ഓംസ് ലോ V = IR. V = IR. ഇതാണ് ഓംസ് ലോ പറയുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് എന്താണ്? ഇത് കറന്റ് കടന്നു പോകുന്ന ആ വയറിൽ നിൽക്കുന്ന തടസ്സമാണ്.
കോൺസ്റ്റന്റ് ആണത്. അതായത് നമ്മൾ ഏത് വയർ എടുക്കുന്നോ ആ വയറിന്റെ റെസിസ്റ്റൻസ് എന്താണ്? കോൺസ്റ്റന്റ്. ഓക്കെ. പക്ഷേ റെസിസ്റ്റൻസിന് വ്യത്യാസം വരും, വയറിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയ. നോക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇത് റോഡാണെന്ന് വിചാരിക്കും. ഇത് റോഡാണേ. ഈ റോട്ടിൽ കൂടെ ഒരു കാറിനെ പോകാൻ പറ്റുള്ളൂ. ക്ലിയർ? ഇപ്പം ഇപ്പുറത്തുനിന്ന് ഒരു കാർ വന്നു കഴിഞ്ഞാൽ എന്താണ്? ജാമായി അല്ലേ, തടസ്സമായി. പക്ഷേ ഈ റോഡ് ഇത്തിരി കൂടി വലുതായിരുന്നെങ്കിലോ ഒരു കാറിന് അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. കണ്ട, തടസ്സങ്ങൾ എന്തായിരിക്കും? കുറവായിരിക്കും. ഇതുപോലെ നമ്മൾ ഒരു വയർ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് പോവുകയാണ്. ഓക്കെ. അത് വണ്ണം കുറയും തോറും റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. നല്ല വണ്ണം കൂടുതലുള്ള എന്താണ്? നല്ല വണ്ണം കൂടുതലുള്ള ഒരു കമ്പിയാണെങ്കിൽ ഇതിലൂടെ കറണ്ട് സൂപ്പറായിട്ട് പോകും. അപ്പോൾ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. വണ്ണം കുറയും തോറും റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. വണ്ണം കൂടുന്തോറും റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കഷ്ണം കണ്ടോ, ഈ ഒരു വണ്ണം. ക്ലിയർ? ആ റെസിസ്റ്റൻസും ഏരിയയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. എന്ന് വെച്ചാൽ വണ്ണം കൂടുന്തോറും റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. വണ്ണം കുറയുന്തോറും റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. ക്ലിയർ ആണോ? ഇനി നമ്മൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇവിടെ കുറച്ച് കട്ടർ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ സ്പീഡിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ സ്ലോ ആയി പോവില്ലേ? എന്താണ്? കട്ടർ ഉള്ളതുകൊണ്ട് അല്ലേ? അല്ലെങ്കിൽ ഹമ്പൊക്കെ ഉണ്ടെങ്കിൽ. ശരിയല്ലേ? ഈ കട്ടർ കുറേ കൂടി ദൂരം ഉണ്ടെങ്കിലോ, കുറേ ദൂരം കട്ടർ ഉണ്ടെങ്കിലോ, കുറേ ദൂരം എന്താണ്? തടസ്സം ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ നീളം കൂടുന്തോറും, ലെങ്ത് കൂടുന്തോറും എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടും. ലെങ്ത് കൂടുന്തോറും എന്ത് കൂടും? റെസിസ്റ്റൻസ്. നീളം കൂടുന്തോറും അത്രയും പേരെ തടസ്സം വരെയല്ലേ? കുറച്ച് നീളമുള്ളെങ്കിലോ കുറച്ച് തടസ്സമുള്ളൂ. കണ്ടോ? അപ്പോൾ റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഏരിയയാണ്. അതായത് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ആണ്. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഈ രണ്ട് ഇക്വേഷനും കൂടി നമ്മൾ ആഡ് ചെയ്താൽ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇത് രണ്ടും കൂടി ഗുണിക്കണം, 1/A into L. And resistance is directly proportional to L/A. മനസ്സിലായോ? അപ്പോൾ റെസിസ്റ്റൻസ് എന്തായിരിക്കും? റെസിസ്റ്റൻസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു L/A. മനസ്സിലായോ? ഇപ്പം എന്താ പറഞ്ഞത്? റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു L/A. Clear? And this constant is denoted by the letter rho. Resistance is equal to rho L/A. And this rho is known as resistivity. Clear? നിങ്ങൾ ഇനി കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്നൊക്കെ കേൾക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓരോ മെറ്റീരിയലിൻ്റെയും കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് ആണ്. മനസ്സിലായോ? അപ്പോൾ എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ലെങ്ത് നമ്മൾ 1 മീറ്റർ എടുക്കുന്നു, ഏരിയ നമ്മൾ 1 യൂണിറ്റ് എടുക്കുന്നു. അപ്പോൾ റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും എന്തായി പോവും? ഈക്വൽ ആയി പോവും. L=1, A=1 ആണെങ്കിൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി. അപ്പോൾ എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? 1 യൂണിറ്റ് നീളമുള്ള ഒരു ചെമ്പെടുത്തു നമ്മൾ, അതിൻ്റെ വിസ്തീർണ്ണം എത്രയാണ്? 1. അതിൻ്റെ വണ്ണം 1 മീറ്റർ സ്ക്വയർ എങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് എത്ര കിലോ എടുത്താലും എത്ര നീളം എടുത്താലും സെയിം ആയിരിക്കും. അപ്പോൾ സ്വർണത്തിന് ഒരു റെസിസ്റ്റിവിറ്റി, സിൽവറിന് ഒരു റെസിസ്റ്റിവിറ്റി, അതുപോലെ തന്നെ എന്താണ് ചെമ്പിന്, കോപ്പറിന് വേറൊരു റെസിസ്റ്റിവിറ്റി, അങ്ങനെയാണ്. അപ്പോൾ ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഈക്വൽ ടു എന്താണ്? റെസിസ്റ്റൻസ് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരാളുടെ റെസിസ്റ്റിവിറ്റി കൂടി എന്ന് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? റെസിസ്റ്റൻസ് കൂടി. കണ്ടോ? അങ്ങനെ ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള ലോഹങ്ങളാണ്, സങ്കരങ്ങളാണ് നിക്രോം. നിക്രോമിന് ഹൈ റെസിസ്റ്റിവിറ്റിയാണ്. അതുപോലെ ടങ്സ്റ്റണിനും ഹൈ റെസിസ്റ്റിവിറ്റിയാണ്. റെസിസ്റ്റിവിറ്റി എന്താണ്? വളരെ കൂടുതലാണ്. എന്നാൽ റെസിസ്റ്റിവിറ്റി കുറഞ്ഞ ലോഹങ്ങൾ നന്നായി വൈദ്യുതി കടത്തിയിടും. എക്സാമ്പിൾ ഗോൾഡിന് റെസിസ്റ്റിവിറ്റി കുറവാണ്.
സോ നല്ല സ്പീഡിൽ എന്ത് ചെയ്യും, വൈദ്യുതിയെ കടത്തിവിടും. ക്ലിയർ? പിന്നെന്താണ് സിൽവറിന് നമ്മുടെ എന്താണ് അലുമിനിയത്തിന് ഉപേക്ഷിച്ച് റെസിസ്റ്റിവിറ്റി എന്താണ്, കുറവാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പക്ഷെ അലുമിനിയം നമ്മൾ ഉപയോഗിക്കുന്നത്, ഇലക്ട്രിക് കേബിളിന് അലുമിനിയം ഉപയോഗിക്കുന്നത് എന്താ? കാരണം സിൽവറും ഗോൾഡിനൊക്കെ ഭയങ്കര വിലയല്ലേ, പിന്നെ എങ്ങനെ ഉപയോഗിക്കും? ഓക്കെ, നമ്മുടെ വീട്ടിൽ വയറില്ലേ, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിൽ എന്ത് വയറായിരിക്കും? ചെമ്പായിരിക്കും, കോപ്പർ ആയിരിക്കും. മനസ്സിലായോ? ഈ കോപ്പർ എത്ര നീളം എടുത്താലും എത്ര വീതി എടുത്താലും അതിനൊരു കോൺസ്റ്റന്റ് റെസിസ്റ്റിവിറ്റി ഉണ്ട്. ക്ലിയർ? ഇപ്പോൾ റെസിസ്റ്റിവിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, റെസിസ്റ്റൻസ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി. ക്ലിയർ? ഓക്കെ, ദെൻ നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റിലേക്ക് പോവാം. എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി നോക്കാം. ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു വീട്ടിലൊരു ഫാൻ ഇട്ടു, ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിച്ചു. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ കുറേ നേരം പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഒന്ന് തൊട്ട് നോക്കിയാൽ ചൂടുണ്ടാവും, ഹീറ്റ് ഉണ്ടാവും. ശരിയാണോ? ഉണ്ടാവും അല്ലേ? കമ്പ്യൂട്ടറിൻ്റെ പുറകിൽ തൊട്ട് നോക്കിയാലും എന്തുണ്ടാവും, ഹീറ്റ് ഉണ്ടാവും. ഈ ഹീറ്റ് എവിടെ നിന്ന് വന്നു? ഒരു ചാലകത്തിലൂടെ, ഒരു വയറിലൂടെ നമ്മുടെ എന്താണ് ഇലക്ട്രിസിറ്റി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇതിനകത്ത് എന്തുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിനെന്തുണ്ട്, റെസിസ്റ്റിവിറ്റി ഉണ്ട്. അതായത് വൈദ്യുതിയെ കടത്തിവിടുന്നതിന് ഇത് തടസ്സം നിൽക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ വൈദ്യുതിക്ക് എങ്ങനെയെങ്കിലും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ വൈദ്യുതിയുടെ ഒരു ഭാഗം ഹീറ്റായിട്ട് പുറത്തേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ എന്തോരം ഹീറ്റ് പുറത്തേക്ക് വരുന്നു എന്നുള്ളത് എത്ര നേരം വൈദ്യുതി ഇതിലൂടെ പോയി എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ കുറേ നേരം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല ചൂടായിരിക്കും. കുറേ നേരം ഫാൻ കറങ്ങിയാലോ നല്ല ചൂടായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. കൂടുതൽ സമയം നിങ്ങൾ കറണ്ട് പാസ് ചെയ്താൽ നല്ല ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ടൈം കൂടുന്നതനുസരിച്ച് എന്ത് കൂടും, ഹീറ്റ് കൂടും. ആൻഡ് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറണ്ട്. കറണ്ടിൻ്റെ എന്താണ് വർഗം, സ്ക്വയറിന് നേരനുപാതമാണ്. കൂടുതൽ കറണ്ട് വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഹീറ്റ് ഉണ്ടാവും. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, ഇനി ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. നേരത്തെ സാറ് പഠിപ്പിച്ചു എന്താണ് റെസിസ്റ്റൻസ് എന്ന്. നല്ല തടസ്സം ഉണ്ടെങ്കിൽ കറണ്ട് മുഴുവൻ എന്തായി പോകും, ഹീറ്റായിട്ട് പോകും. നമ്മുടെ വീട്ടിൽ ഹീറ്ററായിട്ട് ഉപയോഗിക്കുന്ന നിക്രോം നമ്മൾ ഹീറ്റായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ബൾബിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫിലമെന്റ് എന്താണ്, ടങ്സ്റ്റൺ. ഇതൊക്കെ ഹീറ്റായിട്ടാണ് ഇതിൽ നിന്ന് ലൈറ്റ് വരുന്നത്. നിക്രോം ഉപയോഗിച്ച് എന്താണ് നമ്മൾ തേപ്പൊട്ടി തേക്കാറില്ലേ? അപ്പോൾ അവിടെയൊക്കെ ഹീറ്റ് ഉണ്ടാവുന്നത് ഈ നിക്രോം അല്ലെങ്കിൽ ഈ ടങ്സ്റ്റൺ എന്ന് പറയുന്നതൊക്കെ ഹൈ എന്താണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കണ്ടുപിടിച്ച ഒരു സയന്റിസ്റ്റ് ഉണ്ട്, ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ ഇത് 3 കൂടി ജോയിൻ ചെയ്തിട്ട് അദ്ദേഹം ഒരു ഇക്വേഷൻ കണ്ടെത്തി. എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇത് 3 കൂടി ഗുണിക്കണം. നമുക്ക് ആദ്യം ഐ സ്ക്വയർ ഗുണിക്കാം. അപ്പോൾ ഐ സ്ക്വയർ ഇൻറ്റു പിന്നെ ആർ ഇൻറ്റു പിന്നെന്താണ് ടി. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ഐ സ്ക്വയർ ആർ ടി. എന്താണ് ഐ സ്ക്വയർ ആർ ടി? ദറ്റ് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, where the value of constant is taken as 1. Clear? This is the formula to find out the heat generated in a conductor. Okay, ഒരു കണ്ടക്ടറിൽ എന്തുണ്ടാവുന്നു, ഹീറ്റ്, താപം ഉണ്ടാവുന്നത് എങ്ങനെയാണ്, എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ അറിഞ്ഞാൽ മതി? അതിലൂടെ പോകുന്ന കറണ്ട് അറിയണം, റെസിസ്റ്റൻസ് അറിയണം, ടൈം അറിയണം. മനസ്സിലായോ? ക്ലിയർ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു V is equal to IR according to which law? Ohm's law. ഇപ്പോൾ പറഞ്ഞു H is equal to എന്താണ്, I square R T. ക്ലിയർ? ഓക്കെ, ഇതിനകത്ത് നിന്ന് നമുക്ക് എന്താണ് I കണ്ടുപിടിക്കാം. I is equal to Ohm's law യിൽ നിന്ന് I എന്താ പറയുക, I ഇവിടെ നിർത്തുന്നു, R ഇപ്പുറത്തേക്ക് എടുക്കുന്നു. സോ I is equal to V by R. ക്ലിയർ? ഇതാണ് നമ്മൾ ഒരു ഇക്വേഷൻ അല്ലേ, ഇക്വേഷൻ നമ്പർ 1.
ഹീറ്റിൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾ V = IR എന്ന് എഴുതി, I = V/R എന്ന് എഴുതി. നമ്മൾ ഈ ഇക്വേഷനിൽ ഇത് ഐയുടെ സ്ഥലത്ത് കൊടുക്കാൻ പോകും. അപ്പോൾ എന്താവും? H = ഐയുടെ സ്ഥലത്ത് എന്താവും? V/R² × RT. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു V²/R² × RT. സോ ഇവിടുത്തെ ഒരു ആറും ഇവിടുത്തെ ഒരു ആറും കിട്ടി. സോ ദിസ് ഈസ് ഈക്വൽ ടു V²T/R. എന്ത്? H സമം. അത് H കാണാനുള്ള രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ 2. എപ്പോഴാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വോൾട്ടേജും സമയവും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കറൻറ്റും റെസിസ്റ്റൻസും ടൈമും തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടില്ല. അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വിയുടെ താഴേക്ക് എന്ത് എടുക്കണം? ഐ എടുക്കണം. സോ V/I. ഓക്കെ, ക്ലിയർ? ഈ ഫോർമുല നമ്മൾ വീണ്ടും ഈ റെസിസ്റ്റൻസിൻ്റെ സ്ഥലത്ത് കൊടുക്കാൻ പോയി. അപ്പോൾ നമ്മുടെ ഫോർമുല ഇതാണ്. H = I² × ആറിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കണം? V/I. സോ V/I × T. What happened is I and ഇവിടുത്തെ ഒരു ഐയും വെട്ടിപ്പോകും. സോ H = എന്താണ്? IVT. H = IVT. This is the third equation. മനസ്സിലായോ? ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് പ്രോബ്ലം തരുമ്പോൾ അതിനകത്ത് കറൻറ്റ്, വോൾട്ടേജ്, ടൈം തന്നിട്ടുണ്ടാവും, ഹീറ്റ് കാണാൻ പറയും. അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യണം? ഇത് ഉപയോഗിച്ചിട്ട് കാണണം, ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് കാണണം. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഇതിനോട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ടത് ഒന്നാണ് പവർ. എന്താണ് പവർ നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ, ഒരു കൂട്ടുകാരൻ A എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ, ഇത് നിങ്ങൾ B എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ, നിങ്ങളോട് രണ്ട് ചെറിയ പാത്രം തന്നേക്കണം നിങ്ങൾക്ക്. ഓക്കെ, എന്നിട്ട് ഈ പാത്രത്തിൽ വെള്ളം നിറയ്ക്കണം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും വലിയൊരു പാത്രത്തിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? നിറയ്ക്കണം. ആ പാത്രം 100 ലിറ്ററിൻ്റെ ആണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നേക്കുന്നതും സെയിം പാത്രം. കൃത്യം 10 AM നിങ്ങൾ എന്താണ് നിങ്ങളുടെ പണി ആരംഭിച്ചു. A കൊണ്ടുവന്ന് ഇതിനകത്ത് ഒഴിച്ചു, ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. B കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 10 മണിക്ക് തുടങ്ങിയതാണേ. കൃത്യം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ A എന്ന് പറഞ്ഞ ആൾ കംപ്ലീറ്റ് ചെയ്തു, ഫില്ല് ചെയ്തു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ B എന്ന് പറഞ്ഞ ആളും ഫില്ല് ചെയ്തു. രണ്ടുപേരും ചെയ്ത വർക്ക് സെയിം ആണോ അല്ലയോ? അതെ. എന്നിട്ട് ഞാൻ നിങ്ങളോട് ഇതിനകത്ത് പവർഫുൾ ആരാണ് നല്ല പവറിൽ വർക്ക് ചെയ്തത്? നമ്മൾ പറയാൻ ആരാണ്? A ആണ്. കാരണം എന്താ? 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. ഇനി എയിനോട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ, പെട്ടെന്ന് പൊക്കിക്കൊണ്ടുവരാൻ പറയും, എക്ക് പവർ കൂടുതലാണെന്ന് പറയും. മനസ്സിലായോ? രണ്ടുപേരും ചെയ്തത് 100 ലിറ്റർ നിറയ്ക്കുക എന്നുള്ളതാണ്. എങ്കിൽ പോലും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്ത ആളെയാണ് നമ്മൾ എന്ത് പറയുക? പവറുള്ള ആളെന്ന് പറയുക. മനസ്സിലായോ? അപ്പോൾ ഈ പവർ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സമയത്തിനെ ബന്ധപ്പെടുത്തണം. പവർ എല്ലാവരും പവർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരേപോലത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈമാണ്. ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്നാണ് പറയാം. മനസ്സിലായോ? ഇനി വർക്ക് എന്താ? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂളാണ് വർക്കിൻ്റെ യൂണിറ്റ്. ഓക്കെ, എനർജിയാണ് എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്. ഹീറ്റും എന്താണ്? എനർജി അല്ലേ? അപ്പോൾ വർക്കും ഹീറ്റും സെയിം ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പവർ ഇസിക്കൽ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, കാരണം വർക്കിൻ്റെ യൂണിറ്റ് ജൂള്, ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂള്. ഓക്കെ, അപ്പോൾ അതൊക്കെ സെയിം ക്വാണ്ടിറ്റിയാണ്, ഡിഫറെൻറ്റ് ഫോം ആണെന്നേ ഉള്ളൂ. അപ്പോൾ പവർ ഇസിക്കൽ എന്താണ്? ഹീറ്റ് ഡിവൈഡഡ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്തൊക്കെയാണ് നോക്കാം. പവർ ഇസിക്കൽ ടു ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? I²RT. ഓർക്കുന്നുണ്ടോ? ഹീറ്റിൻ്റെ ഇക്വേഷൻ I²RT. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഹീറ്റിൻ്റെ സ്ഥലത്ത് ഹീറ്റിൻ്റെ ഇക്വേഷൻ ഇത് ഡിവൈഡഡ് ബൈ T. T ഗെറ്റ് ക്യാൻസൽ. പവർ ഇസിക്കൽ ടു എന്താണ്? I²R. ക്ലിയർ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി പവർ ആണെങ്കിൽ വീണ്ടും ഇതേപോലെ ഒന്നും ചെയ്യേണ്ട.
പവർ ആണ് ഹീറ്റിൻ്റെ ഇക്വേഷൻ എഴുതുക. ഹീറ്റിൻ്റെ ഇക്വേഷനിൽ നിന്ന് എന്ത് കളയാ? ടൈം കളയാ. ടൈം കളഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ച ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? അടുത്തേക്ക് ഹീറ്റിൻ്റെ ഇക്വേഷൻ IVT ഇതായിരുന്നു ഹീറ്റ്. നമ്മൾ ടി കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്താണ്? പവർ ഇക്വൽ ടു IV. അടുത്ത ഇക്വേഷൻ. പിന്നെ ഒരു ഇക്വേഷൻ കൂടി പഠിച്ചില്ലേ? എന്താണ്? പവർ ഇക്വൽ ടു ഹീറ്റ്. ഹീറ്റ് നിങ്ങൾ എന്താ പഠിച്ചത്? V²RT. വീണ്ടും ഇതിനെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ടി ഗെറ്റ് ക്യാൻസൽ. സോ പവർ ഇക്വൽ ടു V²/R. അപ്പോൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ അറിയാവുന്ന കുട്ടിക്ക് പവർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഹീറ്റിൻ്റെ ഇക്വേഷനിൽ ആ ടി എന്ത് ചെയ്താൽ മതി? ഒന്ന് കളഞ്ഞാൽ മതി. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ ഇന്നൊക്കെ പഠിച്ചത് എന്താ? നമ്മൾ ജൂൾസ് ലോ പഠിച്ചു. എന്താണ് ജൂൾസ് ലോ പറയുന്നത്? ഒരു വയറിലൂടെ എന്താണ് വൈദ്യുതി കടന്നു പോകും. അപ്പോൾ പുറത്തേക്ക് എന്തുണ്ടാവും? കുറച്ച് ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ഈക്വൽ ടു അതിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ വർഗ്ഗം I². അതിൻ്റെ റെസിസ്റ്റൻസ് ഏതിൻ്റെ? ഈ കമ്പിയുടെ R. പിന്നെ എത്ര സമയം പോയി അത്. ഇതെല്ലാം കൂടി ഗുണിക്കുന്നതായിരിക്കും. ദിസ് ലോ ഈസ് നോൺ ആസ് ജൂൾസ് ലോ. മനസ്സിലായോ? ക്ലിയർ? എന്താണ് ഇപ്പോൾ ജൂൾസ് ലോ പറയുന്നത്? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നതിൻ്റെ ഫലമായി ഉൽപ്പാദിക്കപ്പെടുന്ന താപം. ഓക്കെ, ഇതിൻ്റെ അളവെന്ന് പറയുന്നത് കറണ്ടിൻ്റെ വർഗ്ഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും കറണ്ട് പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ജൂൾ. എന്താണ്? ജൂൾ. ഓക്കെ, അപ്പോൾ ഇതിനെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു. പ്ലീസ് വിസിറ്റ് പാർട്ട് 4. താങ്ക് യു വൺസ് അഗെയിൻ.